ഈശോ മിശിഹായിരിക്കട്ടെ. പ്രിയപ്പെട്ട സ്നേഹിതരെ, കാത്തലിക് മിററിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മുടെ കൂടെ മാത്യു കരിപ്പാലച്ചനയില്ല, പകരം ഒരു കൊച്ചു കൂട്ടുകാരനാണുള്ളത്. പേര് മാരിയോ. മാരിയോ നമ്മുടെ കോട്ടയം അയർക്കുന്ന സ്വദേശിയാണ്. പക്ഷെ ഇപ്പോൾ അവർ ബാംഗ്ലൂർ സെറ്റിൽഡാണ്. വൈഫിൻ്റെ ഒരു കസിൻ്റെ മോനാണ്. ഒരു ഫാമിലിക്ക് ചെറിയ പ്രത്യേകത ഉണ്ട്. 8 മക്കളുള്ള ഒരു ഫാമിലിയിലെ 3ാമത്തെ മോനാണ് മാരിയോ. കൂടുതൽ കാര്യങ്ങളൊക്കെ ഒരു പക്ഷേ ഞങ്ങൾ മറ്റൊരു വീഡിയോ ഞങ്ങൾ പങ്കുവെക്കുമായിരിക്കും. ഇന്ന് ഞങ്ങൾ വിഷയത്തിലേക്ക് വരികയാണ്. മരിയക്കുട്ട, കഴിഞ്ഞ ദിവസം ബിജുപത്ത് ഒരു സ്ഥലത്തെ ധ്യാനിപ്പിക്കാൻ വേണ്ടി പോയതാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൺഡേ സ്കൂൾ കുട്ടികൾക്ക് ക്ലാസ് എടുക്കാൻ വേണ്ടി പോയതാണ്. ക്ലാസ് എടുക്കാൻ സമയത്ത് എനിക്ക് 100-500 കുട്ടികളുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ അവരോട് ഞാൻ ചോദിച്ചു, മറ്റ് മതങ്ങൾ, ക്രിസ്തു മതം പോലെ തന്നെ മറ്റ് മതങ്ങളൊക്കെ ഉണ്ടല്ലോ, ആ മതങ്ങളിൽ ഉള്ള വിശ്വാസികളും അവർക്ക് ഓരോ വ്യക്തികൾ ദൈവങ്ങളായിട്ട് ആരാധിക്കുന്നുണ്ട്. നമ്മൾ ഈശോയെ ദൈവമായിട്ട് ആരാധിക്കുന്നവർ അവരും ആരാധിക്കുന്നുണ്ട്. ഞാൻ അവരോട് ചോദിച്ചു, നമ്മുടെ ഈശോയും അവരും ഒരേപോലെ തന്നെ ദൈവങ്ങളാണോ? എല്ലാ മതത്തിലെയും ഈശോയെപ്പോലെ തന്നെ മറ്റ് ദൈവം തന്നെയാണോ മറ്റ് മതങ്ങളുള്ള വ്യക്തികളെയും എന്ന് ചോദിച്ചു. അപ്പം ഒരു 10-25 പേരെങ്കിലും കൈവക്കി. അതെ, എനിക്ക് അതിൽ കൂടുതൽ കൈവക്കാൻ ആഗ്രഹം ഉണ്ടായിരുന്നു. എനിക്ക് തോന്നി ഒരു 25 പേരെങ്കിലും കൈവക്കി. എല്ലാ ദൈവങ്ങളും ഒന്ന് തന്നെയാണെന്ന് രീതി. മരിയക്കുട്ടിൻ്റെ അഭിപ്രായത്തിൽ എങ്ങനെയാണ്? അതായത് ഈശോയെപ്പോലെ തന്നെ മറ്റ് മതങ്ങളിലുള്ള ദൈവിക സങ്കല്പങ്ങളും ദൈവങ്ങൾ തന്നെയാണോ എന്നറിയാം. അല്ല, ഈശോ തന്നെയാണ് ഏകസത്യ ദൈവം എന്നാണ് മരിയമ്മ വിശ്വസിക്കുന്നത്, അല്ലേ? അതേക്കുറിച്ചാണ് ഏതാനും കാര്യങ്ങൾ സംസാരിക്കാനുള്ളത് കേട്ടോ. പറഞ്ഞതുപോലെ ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് വിശ്വാസോത്സവത്തിൻ്റെ ഭാഗമായിട്ട് ഒരു ഇടവകയിൽ ഒരു സെഷൻ ഞാൻ വിളിച്ചതാണ്. അപ്പോൾ ക്ലാസ് എടുക്കാനായിട്ട് സമയത്തെങ്കിൽ പ്രേരണ തോന്നിയിട്ട് ഞാൻ ഇങ്ങനെ ചോദിച്ചു, ഈശോയെപ്പോലെ തന്നെ മറ്റ് മതസങ്കല്പങ്ങളും ആ മതങ്ങളുടെ വ്യക്തികളും ദൈവമാണെന്ന് വിശ്വസിക്കുന്നുണ്ടെന്ന് ചോദിച്ചപ്പോൾ കുറച്ചധികം പേരിങ്ങനെ കൈവക്കി. അപ്പോൾ എനിക്കൊത്തിരി വേദന തോന്നി. കാരണം ഇവർക്കൊക്കെ ഈ ഈശോയുടെ സ്നേഹവും ഈശോയുടെ അറിവൊക്കെ ഉണ്ട്. എങ്കിലും ഈശോ ആരാണെന്ന് അറിവില്ലാതെയാണ് ഇവർ ഈശോയെ സ്നേഹിക്കുന്നത് എന്നുള്ളൊരു കാഴ്ചപ്പാടിനെ ഭയങ്കരമായിട്ട് വിഷമിപ്പിച്ചു. ഇതൊരു പക്ഷേ ഇടവകയുടെ മാത്രം ഒരു അവസ്ഥയല്ലെന്ന് എനിക്ക് തോന്നുന്നത്. ഒരു 1ാം ക്ലാസ് ശ്രദ്ധിക്കേണ്ട കാര്യം, 8ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെയുള്ള ക്ലാസ്സിലെ കുട്ടികളാണ് ഈ ഒരു സെഷൻ ഉണ്ടായിരുന്നത്. അപ്പോൾ കാറ്റഗിസം 1 തൊട്ട് 8 വരെ പഠിച്ചിട്ട്, അല്ലെങ്കിൽ 12ാം ക്ലാസ് വരെ പഠിച്ചിട്ടും ഇപ്പോഴും ഈശോയാണ് ഏക സത്യദൈവമെന്നും ഈശോയാണ് ഏക രക്ഷകനെന്നും അവർക്ക് മനസ്സിലായിട്ടില്ല. പ്രിയപ്പെട്ട ഇടവക വൈദികരും സൺഡേ സ്കൂൾ അധ്യാപകരുമൊക്കെ ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുന്നതാണെന്ന് എനിക്ക് തോന്നുന്നു. ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട മാതാപിതാക്കളും ശ്രദ്ധിക്കണം. ഇത്രയും നാളുകളൊക്കെ കാറ്റഗിസം പഠിച്ചിട്ടും ഈശോയാണ് ഏക സത്യദൈവമെന്നും ഈശോയാണ് ഏക രക്ഷകനെന്നുമുള്ള ഏറ്റവും അടിസ്ഥാന വിശ്വാസം ലഭിക്കുന്നില്ലെങ്കിൽ ഇത് നമ്മൾ എവിടെയാണ് എത്തിക്കുന്നത്? ഇതുകൊണ്ട് നമുക്ക് എന്ത് പ്രയോജനമാണുള്ളത്? കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥത്തിന്റെ ആമുഖത്തിൽ തന്നെ പറയുന്നത്, കാറ്റഗിസിലെ മതബോധനത്തിന്റെ ലക്ഷ്യം തന്നെ ഈശോയാണ് ഏക രക്ഷകൻ, ഈശോയാണ് ഏക കർത്താവ് എന്നുള്ള ആ തിരിച്ചറിവിലേക്ക് വരിക എന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ വിശദമായ കാര്യങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. ഈ ഒരു ചിന്ത മാത്രം ഇടുകയാണ്. നമ്മുടെ കാറ്റഗിസം പഠനം കൊണ്ട് ഈശോയാണ് ഏക രക്ഷകൻ, അല്ലെങ്കിൽ ഈശോയാണ് ഏക സത്യദൈവം എന്നുള്ള ആ ഒരു പൂർണ്ണ വിശ്വാസവും ബോധ്യവും എത്രപേർക്ക് ലഭിക്കുന്നുണ്ട്. അടിയന്തരമായിട്ട് ആ ഒരു കാര്യത്തിൽ ഒരു ശ്രദ്ധ ഉണ്ടാകട്ടെ എന്ന് വിനീതമായിട്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ ഒരു സെഷൻ അവസാനിപ്പിക്കുകയാണ്. ഒരുപക്ഷെ വീണ്ടും ഞാനും മാര്യക്കുട്ടനും കൂടി ഇനിയും വരുമായിരിക്കും. എന്തായാലും നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കാം. കർത്താവായ ഈശോയെ, കാത്തലിക് മിറർ എന്ന ഈ പ്രത്യേക ശുശ്രൂഷയെ അങ്ങേക്ക് സമർപ്പിക്കുന്നു. ഇത് ലോകത്തിൻ്റെ പല ഭാഗങ്ങളായിരുന്നു കൊണ്ട് കാണുകയും ഇതിൻ്റെ ഫലമെടുക്കുകയും ഇത് പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന എല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കണമേ. ഇന്നേ ദിവസം ഞങ്ങൾ പങ്കുവച്ചതുപോലെ ഈശോയാണ് ഏക സത്യദൈവമെന്നും ഈശോയാണ് ഏക രക്ഷകനെന്നുള്ള വിശ്വാസം എല്ലാ കൊച്ചുമക്കൾക്ക്, പ്രത്യേകിച്ച് കാറ്റഗിസം ക്ലാസ് പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഉണ്ടാകാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. 12ാം ക്ലാസ് പൂർത്തിയായി കഴിയുമ്പോൾ ഈശോ എന്ന വ്യക്തിയിൽ അടിയുറച്ച വിശ്വാസം, രക്ഷാകരമായ വിശ്വാസം എല്ലാവർക്കും ലഭിക്കാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. അതിനുള്ള എല്ലാ സംവിധാനങ്ങളും സഭയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകട്ടെ.
മാതാപിതാക്കളുടെയും കുട്ടികളുടെയൊക്കെ നല്ല സഹകരണം ഉണ്ടാകട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്കും ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.